പാകിസ്ഥാന്റെ അവസാന കല്ല് വരെ ഇളകാൻ ഇനി വളരെയധികം നിമിഷങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. പക്ഷെ ഭാരതത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ചെറിയ കേടുപാടുകളല്ലാതെ ഭാരതത്തെ തൊടാൻ ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നും കൂടി കേന്ദ്ര സർക്കാർ അറിയിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം ഭാരതം നൽകിയ പ്രഹരം വെടിനിർത്തലിൽ നിർണായകമായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. വ്യോമസേന താവളങ്ങളുടെ റൺവേ അടക്കം ഭാരതം തകർത്തെറിഞ്ഞിരിക്കുന്നു. ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ലംഘനത്തിന് കനത്ത തിരിച്ചടിയായിരിക്കും ഭാരതം നൽകുക എന്നും കൂടി ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം തന്നെ ഭാരതം ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് അറിയിച്ചുവെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അല്പസമയം മുൻപ് അറിയിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇന്നലെ ഭാരതം നൽകിയ തിരിച്ചടിക്ക് ശേഷമാണ് പാകിസ്ഥാൻ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. 1 മണിക്ക് ചർച്ചയാകാമെന്ന് ഇന്നലെ പാകിസ്ഥാൻ അറിയിച്ചു. എന്നാൽ ഇന്ത്യ 3:30 ചർച്ച എന്നുള്ള സമയം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിച്ചാൽ ഇരട്ടിക്കിരട്ടിയായി തിരിച്ചടിക്കാനാണ് മോദി നിർദ്ദേശം നൽകിയത്. JD വാൻസിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പിൻവാങ്ങുക എന്ന വഴിയേ ഉള്ളുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. പ്രദീപ് പിള്ള കൂടി ചേർന്നു ഈ ഒരു ഘട്ടത്തിൽ. പ്രദീപ്, നമുക്ക് ഇവിടെ പറയാനുള്ളത് മധ്യസ്ഥത എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. ഭാരതം പറയുന്നു ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല ഭാരതത്തിന്. കഴിഞ്ഞ ദിവസം അടക്കം 1 മണിക്ക് പാകിസ്ഥാൻ ചർച്ച ആവശ്യപ്പെട്ട് ഭാരതത്തോട് കെഞ്ചുന്ന ഒരു സാഹചര്യം. 3:30 ഭാരതം ചർച്ചയ്ക്കായി സന്നദ്ധത അറിയിക്കുന്നു. ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ഒരു വിഷയം അറിയിക്കുന്നത്. ഈ വിഷയം അറിഞ്ഞുടൻ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു ട്വീറ്റ് പുറത്തേക്ക് വരുന്നു. പക്ഷെ ഭാരതം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആരും മധ്യസ്ഥതയ്ക്കായി ഇടപെട്ടിട്ടില്ല, ഇനിയും ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല എന്ന് ഭാരതം അറിയിക്കുകയാണ്. ദേവിക, വളരെ വ്യക്തമാണ് ഭാരതത്തിന്റെ നിലപാട്. വളരെ ക്ലിയർ ആയി 2-3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഒരേ ഒരു കാര്യമേ ഉള്ളൂ. കശ്മീരിന്റെ കാര്യത്തിൽ ഒരേ ഒരു നിലപാടേ ഉള്ളൂ: തിരിച്ചു തരിക. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീർ തിരിച്ചു നൽകുക. മറ്റൊന്നും ചർച്ച ചെയ്യാനില്ല. വ്യക്തം. പിന്നെ തീവ്രവാദത്തെ സംബന്ധിച്ച്, ഭീകരവാദത്തെ സംബന്ധിച്ച് നമ്മൾ ആവശ്യപ്പെട്ട, ഭാരതത്തിന് നാശനഷ്ടം വിതച്ച, ഭാരതത്തിൽ ഭീകരാക്രമണം നടത്തി അവിടെ ഒളിച്ചിരിക്കുന്ന, അവിടെ താവളമൊരുക്കി സംരക്ഷിക്കുന്ന ഭീകരരെ വിട്ടു നൽകുക. അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. മറ്റൊരു വിഷയത്തിലും ഭാരതത്തിന് താല്പര്യമില്ല. പിന്നെ വളരെ വ്യക്തമായി പറയുന്നു, വി ഡോണ്ട് വാണ്ട് എനിവൺ ടു മീഡിയേറ്റ്. വേണ്ട, നമുക്ക് ആരുടെയും മാധ്യസ്ഥം ആവശ്യമില്ല. മറ്റൊരാളുടെ ഇടപെടൽ ആവശ്യമില്ല. 3-ാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല. പിന്നൊന്ന്, ഭാരതം നൽകിയ സന്ദേശം. മുറിദ്കെ ബഹവൽപൂരിലെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ച് നശിപ്പിച്ചതിലൂടെ ഭാരതം നൽകിയ സന്ദേശം ഇതാണ്: ISIയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ താവളങ്ങൾ ആക്രമിച്ചതിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ഇത് മാറിയിട്ടില്ല. ഈ തീവ്രവാദത്തിന്റെ ആസ്ഥാനത്ത്, ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ അടിക്കും. ചെറിയ ക്യാമ്പുകളുടെ പിന്നാലെ, ചെറുമീനുകളുടെ പിന്നാലെ പോവില്ല. ഭീകരതയുടെ താവളത്തിൽ തന്നെ അടിക്കും. അടുത്ത കാര്യം, നമുക്ക് ഇരകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഒരുപോലെ കാണാനാവില്ല. ഇരകളെയും ഭീകരരെയും ഒരുപോലെ കാണാനാവില്ല. ഭീകര പ്രവർത്തനം നടത്തിയാൽ അതിന് തിരിച്ചടി നൽകിയിരിക്കും. അതാണ് വളരെ വ്യക്തമായി ഭാരതം നൽകുന്ന സന്ദേശം. നമ്മൾ നടത്തിയ ആക്രമണങ്ങൾ വളരെ കൃത്യതയുള്ളതായിരുന്നു. റഹീം യാർ ഖാൻ എയർബേസിലെ റൺവേ തകർത്തു പൂർണ്ണമായി എന്ന് വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ് ഭാരതത്തിന്റെ നിലപാട്.